ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ഷെസിൻ വ്ളോഗ്. ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ കായം പുരട്ടി വെച്ചിട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ നെയ്യും ഓയിലും ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെമ്മീൻ അതിലിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടോ. ചെമ്മീൻ നല്ല വേവുള്ള കാരണം തന്നെ ഉള്ളി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി വേഗം വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഉള്ളി നന്നായി വാടിയതിനു ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടോ. എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത്, ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഞങ്ങൾ എന്തായാലും കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമില്ല, എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് മുകളിൽ വിതറി അതും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്, അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് ഇട്ടു. പിന്നെ ഉമ്മച്ചി നെയ്യ് ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ബിരിയാണി റെഡിയായി. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കായം തേച്ച് വെച്ച് ചെമ്മീനെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ ചെമ്മീൻ പൊരിച്ചത് റെഡിയായി. ഇനി നമുക്ക് ഞണ്ട് ഫ്രൈ ആക്കാൻ പോവാം കേട്ടോ. ഉമ്മച്ചി ആദ്യം തന്നെ കായം റെഡിയാക്കി വെച്ചിരുന്നു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ചെമ്മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ഞണ്ട് പൊരിക്കാനിട്ടു കേട്ടോ. ഞണ്ടിന് നല്ല വേവുണ്ട്. അപ്പം അത് നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഞണ്ടിന് നല്ല വേവുള്ള കാരണം ഉമ്മ ഉള്ളിലോട്ട് ഞണ്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെ ഇലയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അതൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് അപ്പോൾ നമ്മൾ ഞണ്ട് ഫ്രൈയും റെഡിയായി. ഇനി നമുക്ക് ബിരിയാണി കച്ചമ്പർ ഉണ്ടാക്കണം. അതിനായി ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഉള്ളി, തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് സുർക്ക ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. അപ്പം എല്ലാം റെഡിയായിട്ടോ. ഇനി വിളമ്പുന്ന ടൈമായി. അപ്പോൾ നമ്മളെ ചെമ്മീൻ ബിരിയാണി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. സൂപ്പർ.